ശശിധരൻ നമ്മളോട് സംസാരിക്കും. പരാജയത്തിന് കാരണം എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് അതിലൊരു മറുപടി? എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ല. കാരണം ജനവിധിയാണത്. ജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ നഗരസഭാ ജനപ്രതിനിധികൾ വാർഡ് കൗൺസിലർമാരെന്ന് പറയുന്നു, അത് അവരുടെ അടുപ്പാണ്. ജനപ്രതിനിധികളെ വ്യക്തിപരമായിട്ട് കൗൺസിലേഴ്സ് ഒരു വാർഡിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങളായിട്ടുള്ള അടുപ്പം ആണ് അവിടെ പ്രധാനം. അവിടെയുള്ള വാർഡുകളിലെ വോട്ട് കമ്മിയായിട്ടുണ്ടെങ്കിൽ അത് ജില്ലാ നേതൃത്വം അന്വേഷിക്കട്ടെ, എന്തുകൊണ്ടാണ് അവിടെ വോട്ട് കമ്മിയാവാനുള്ള കാരണം എന്ന്. അതിന് മറുപടി പറയാൻ ഞാനല്ലേ. അത് അങ്ങനെയാണല്ലോ, നഗരസഭയുടെ തലയിൽ കെട്ടിവെക്കാനൊന്നുമില്ല. 29,000 വോട്ടാണ് MP ഇലക്ഷന് നഗരസഭാ പരിധിയിൽ കിട്ടിയത്. 27,500 വോട്ട് നഗരസഭാ പരിധിയിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. 1,500 വോട്ട് നോട്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നഗരസഭ ഭരിക്കുന്നത് BJP ആണെങ്കിൽ പോലും അല്ല, ജില്ലയുടെ കീഴിലാണ് നമ്മൾ വർക്കുന്നത്. എല്ലാം ജില്ലയുടെ നേതൃത്വത്തിന്റെ ഇതിൽ തന്നെയാണ് നമ്മൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏതെങ്കിലും പ്രശ്നമായിരിക്കും ഇങ്ങനെ ഒരു പരാജയത്തിൽ? സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഉണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടക്കം മുതൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ പേരുകൾ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് സംസ്ഥാന നേതൃത്വം വിലക്കൊണ്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ വലിയൊരു പ്രശ്നം പല പ്രാവശ്യം വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ല, കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥി, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പല ഭാഗത്തു നിന്നും വന്നിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് 28 കൗൺസിലർമാരും പ്രവർത്തകരും ഒറ്റക്കെട്ടായി കൃഷ്ണകുമാറിന്റെ കൂടെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ ശേഷം പ്രവർത്തിച്ചിട്ടുണ്ട്. പല തരത്തിൽ നിങ്ങൾ പല പേരുകളും സജസ്റ്റ് ചെയ്തിരുന്നല്ലോ, പിന്നെയും കൃഷ്ണകുമാർ എങ്ങനെയാണ് സ്ഥാനാർത്ഥി? അതറിയില്ല, സംസ്ഥാന നേതൃത്വം അല്ലേ അത്. നമുക്കൊന്നും അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കില്ലല്ലോ. നമുക്കൊരു മാറ്റം വേണമെന്നല്ലേ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. അത് സംസ്ഥാന നേതൃത്വം കേന്ദ്രം അല്ലേ അത് തീരുമാനിക്കേണ്ടത്, നമ്മളല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒന്നും ചെവി കൊണ്ടില്ല? ഇല്ല. പക്ഷെ ഇപ്പോൾ പറയുന്ന ഒരു വേറെ ആരോപണം, നഗരസഭയുടെ ഭരണം ഫ്ലോപ്പ് ആയിരുന്നു പല ഘട്ടങ്ങളും. ഭരണത്തെ കുറ്റം പറയണമെങ്കിൽ നഗരസഭാ ഭരണം ജില്ലയുടെ കീഴിലുള്ളതാ. നഗരസഭാ ഭരണം ഒറ്റക്കെട്ടായിട്ട് ഒറ്റയ്ക്ക് ഭരിക്കുന്നതല്ല, ജില്ലയുടെ കീഴിലാണ്. ജില്ലാ നേതൃത്വമാണ് അത് നഗരസഭാ ഭരണം ശരിയല്ലെങ്കിൽ ശരിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ പല പേരുകളും കിട്ടുന്നു, ശോഭയുടെ അടക്കം പേരുകളുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുമെന്നൊക്കെ കേട്ടിരുന്നു. അവരൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു പരാജയം ഒഴിവാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. പറയാൻ പറ്റില്ല, ജനവിധിയാണ്, നമുക്കത് പറയാൻ പറ്റില്ല. ഒരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അവരായിരുന്നെങ്കിൽ മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നഗരസഭയെ കുറ്റപ്പെടുത്തുന്നത് വെറുതെ തങ്ങളുടെ ഭാഗത്തു നിന്ന് ആ പഴി പോകാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയാണോ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം സംസ്ഥാനം പറഞ്ഞാലും ജില്ല പറഞ്ഞാലും നഗരസഭാ ഭരണം ഇവരുടെയൊക്കെ കീഴിലാണ്. നഗരസഭാ ഭരണത്തിനെ നന്നാക്കി എടുക്കേണ്ട ബാധ്യത ജില്ലയ്ക്കും സംസ്ഥാനത്തിനും ഉണ്ട്. ഈ ശോഭാ സുരേന്ദ്രൻ പല സ്ഥലത്തും കാലുവാരി അല്ലെങ്കിൽ കണ്ണാടിയിലടക്കം വോട്ട് പറയാൻ അത് കാരണമായെന്നൊക്കെ വെറുതെ കാരണങ്ങൾ പറയാം. അതൊരിക്കലും ചെയ്യില്ല. ഒരു സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയും കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ വേറൊരാൾക്ക് വോട്ട് ചെയ്യുമെന്ന് ഒരാളും പറയില്ല. ആ ആദർശത്തെ മറികടന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകരും RSSന്റെ ആയാലും BJPയുടെ ആയാലും ഒരാളും ചെയ്യില്ല. അത് പലപ്പോഴും കൃഷ്ണകുമാർ കേൾക്കേണ്ടി വന്ന ഒരു പഴി സാമ്പത്തികമായ താല്പര്യങ്ങളുണ്ട്, അതാണ് ഇങ്ങനെ നിരന്തരമായിട്ട് ഇലക്ഷന് മത്സരിക്കുന്നതെന്നാണ്. അതെനിക്ക് അറിഞ്ഞൂടാ, അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ല. പരിശോധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കണമല്ലോ. അത് സംസ്ഥാനമോ കേന്ദ്രമൊക്കെ അല്ലേ പരിശോധിക്കേണ്ടത്. പാർട്ടി നേതൃത്വം പരിശോധിക്കണം. പിന്നെ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. പരിശോധിക്കണമല്ലോ അത്. കാരണം അങ്ങനെ ഒരു പുറത്തും അങ്ങനെ ഒരു കേൾവി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണമല്ലോ. അപ്പോൾ നഗരസഭാ ഭരണം മോശമാണ് എന്ന് പറയുമ്പോൾ അത് പരിശോധിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ എന്താണെന്ന് നോക്കേണ്ടത് ജില്ലയും സംസ്ഥാനവും ആണല്ലോ. ഈ സന്ദീപ് വാര്യരൊക്കെ പോയത് ഇതിലൊരു തിരിച്ചടിയേണ്ട ഒരു ഫാക്ടർ ആയിട്ടുണ്ട് ഈ പരാജയം? അങ്ങനെ തോന്നുന്നില്ല. ഉണ്ടാവാം, സന്ദീപ് വാര്യരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം അദ്ദേഹം ഒരു വക്താവായിരുന്നു. അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചയിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പല ആൾക്കാരും നമ്മളോട് പറയണ്ടായി, എന്താ സന്ദീപ് വാര്യരെ മൈൻഡ് ചെയ്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടാവാം, ജനങ്ങളല്ലേ. ആ സമയത്ത് കേട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കുറച്ച് കൗൺസിലർമാർ അദ്ദേഹത്തോടൊപ്പം പോകുമെന്നാണ്. അതൊന്നുമില്ല. ഞങ്ങളുടെ സന്ദീപ് വാര്യർ ചെത്തല്ലൂരുള്ള ഒരാളല്ലേ, അദ്ദേഹത്തിന് മാറി നിന്നാൽ ഒരു പ്രശ്നം വരില്ല. പാലക്കാട് നഗരസഭയിൽ ഇത്രയും കാലം കൗൺസിലറായിരുന്ന ഒരു വ്യക്തി വേറൊരു പാർട്ടി മാറുക പറഞ്ഞാൽ അതിൻ്റെ മറുപടി ഇവിടെ RSSും BJPയും കൊടുക്കും. അങ്ങനെ ഒരിക്കലും മാറില്ല. ഇപ്പോൾ ശക്തമായ സംഘടനാ സംവിധാനത്തോടെ വർക്ക് ചെയ്ത് മത്സരിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഉണ്ടായത്. ഇപ്പോൾ സുരേന്ദ്രനോട് ഉണ്ടായിരുന്നു, RSS നേതൃത്വം വർക്ക് ചെയ്തു, എന്നിട്ടും ഈ ഒരു വോട്ട് ചോർച്ച ഉണ്ടായി. അപ്പോൾ അത് സ്ഥാനാർത്ഥിയുടെ മാത്രം പിഴവാണ്, അങ്ങനെയാണോ കരുതുന്നത്? അങ്ങനെയാണ് ജനങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. സ്ഥാനാർത്ഥി ഇപ്പം തോൽവി കണ്ടതോടുകൂടെ തന്നെ എല്ലാവരും പറയുന്നത് സ്ഥാനാർത്ഥിയെ മാറ്റായിരുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് പുറത്തു വരുന്നത്. നേതൃത്വത്തിന്റെ ഒരു വീണ്ടും വിചാരം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, ഉണ്ടാവണമല്ലോ. ഗോകുൽ, ഒരു കാര്യം, ഈ കൃഷ്ണകുമാറിന്റെ മേലെയാണ് ഈ പഴികൾ ചാരുന്നതെങ്കിലും വിമർശനം തീർച്ചയായും ഈ തീരുമാനമെടുത്ത സംസ്ഥാന നേതൃത്വത്തിനെതിരെ കൂടിയാണ്. ഇത് പാർട്ടിയിൽ വലിയ അച്ചടക്ക പ്രശ്നങ്ങളിലേക്ക് കൂടി പോകാൻ സാധ്യതയുള്ളൂ. ഇത് പ്രമീള ശശിധരന്റെ വ്യക്തിപരമായ പ്രതികരണമാണോ, കൗൺസിലർമാർ ഒന്നാകെ
ഈ നിലപാട് വ്യക്തമാക്കുന്നത് കൂടിയാണോ? ഒരു ചോദ്യം കൂടി. ഇത് പ്രമീള ശശി നമ്മുടെ ഡെസ്കിൽ നിന്ന് ചോദിച്ചതാണ്. അത് പ്രമീള ശശിധരന്റെ മാത്രം ഒരു മറുപടിയാണോ, അതോ ഇത് കൗൺസിലർമാർ ഒന്നടങ്കമെടുത്ത് തീരുമാനമെടുത്താണ് പറയുന്നത്? കാരണം BJP ഒരു സംഘടനാ സംവിധാനം വെച്ചറിയാലോ ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണത്തിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ. അതായത് ഈ ഇപ്പോൾ പറഞ്ഞ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച അങ്ങ് പറഞ്ഞല്ലോ, അത് അങ്ങയുടെ മാത്രം ഒരു പ്രതികരണമാണോ, അതോ എല്ലാ കൗൺസിലർമാരും ചേർന്നെടുത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട്? എല്ലാ കൗൺസിലർമാരുടെ അഭിപ്രായം തന്നെയാണ്. കൗൺസിലർമാർക്ക് അതിൽ വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല. എല്ലാവരുടെയും അഭിപ്രായത്തോടു കൂടി തന്നെ കെ സുരേന്ദ്രന് ഇതിനൊരു ഉത്തരവാദിത്തമില്ലേ? ഈ ഒരു പരാജയത്തിന് ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഉണ്ട്. സുരേന്ദ്രനടക്കം ഉത്തരവാദിത്തമുണ്ട് ഈ പരാജയം. ഉണ്ട്. അപ്പോൾ പ്രമീള വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കെ സുരേന്ദ്രനടക്കം ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം ആവർത്തന വിരസതയാണ് അവർ പറയുന്നത്. ഒരു സ്ഥിരമായി ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് ജനങ്ങൾക്കുണ്ടായി. ആ ഫാക്ടർ ഇവിടെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് പ്രമീള ശശിധരൻ വ്യക്തമാക്കുന്നത്. ഗൂഗിൾ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സുരേന്ദ്രൻ 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത് അവിശ്വസനീയമായി വന്ന അല്ലെങ്കിൽ ഞെട്ടലോടെയായിരിക്കും ഈ പ്രതികരണം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുക. ഇനി ഇതിനുകൂടി മറുപടി കെ സുരേന്ദ്രന് ഉത്തരവാദിത്തമുണ്ട് എന്ന് പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയാണ്. തീർച്ചയായും ചോദ്യം എന്നോടാണോ? അതെ ഗോകുൽ, അതെ. തീർച്ചയായും. അതായത് BJPയുടെ അല്ലെങ്കിൽ നമ്മളെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ചോ അല്ലെങ്കിൽ സാധാരണ രീതി ഒന്നും അനുസരിച്ചോ ഇങ്ങനെ ഒരു പ്രതികരണങ്ങളോ അല്ലെങ്കിൽ പരസ്യമായി തരത്തിൽ ഒരു പരാജയത്തിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത് അതായത് പരാജയം കഴിഞ്ഞു, അത് അപ്രതീക്ഷിതമായിട്ട് അതിൽ വലിയൊരു തിരിച്ചടി BJPക്ക് ഉണ്ടായി. അതിന് പിന്നാലെ നഗരസഭയെ പഴിച്ചാരുന്നതിന് ഉള്ള ഒരു ശ്രമം നടക്കുന്നു. അതേസമയം തന്നെ അതിന് തിരിച്ചടിക്കുന്നു, അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുക. കാരണം നഗരസഭയുടെ പരാജയമല്ല ഇതിന് കാരണം അവർ പാർലമെന്റ് ഇലക്ഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ പറയുന്നത് 2000 വോട്ടിന്റെ കുറവേ ഉണ്ടായിട്ടുള്ളൂ. മറ്റ് കഴിഞ്ഞ തവണത്തെ ഫാക്ടർ നോക്കുകയാണെങ്കിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അവിടെ 7000 വോട്ടിന്റെ കുറവുണ്ടായി. പക്ഷേ ഇപ്പോൾ 2000 പാർലമെന്റ് ഇലക്ഷനെ അപേക്ഷിച്ച് 2000 വോട്ടിന്റെ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രമീള ശശിധരൻ വ്യക്തമാക്കുന്നത്. നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും കൈമെയ് മറന്ന് ജോലി ചെയ്തു. ആദ്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ടായി, അത് പറയേണ്ട സമയത്ത് പറഞ്ഞു. അതിനുശേഷം ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചപ്പോൾ പിന്നീട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടില്ല, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നിട്ടും തങ്ങളുടെ തലയിൽ ഈ പരാജയഭാരം കെട്ടിവെക്കുന്നു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് നടക്കുന്ന അടക്കമുള്ള പ്രതികരണങ്ങളാണ് പ്രമീള ശശിധരൻ പറഞ്ഞത്. എന്തായാലും വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പാലക്കാട്ടെ BJPയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രതികരണമാണ് പ്രമീള ശശിധരനിൽ നിന്നുണ്ടായിരിക്കുന്നത്. കൗൺസിലർമാർ ഒന്നടങ്കമാണ് ഈ തീരുമാനം അറിയിക്കുന്നത്. ഒരു തരത്തിലും സന്ദീപ് വാര്യരുടെ ഒപ്പം പോകുമായിരുന്നു എന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്ന അത്തരത്തിലൊരു നീക്കവും നടന്നിട്ടില്ല. എല്ലാവരും ഉറച്ചു പാർട്ടിക്കൊപ്പം നിന്നു. പക്ഷേ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നതിൽ തങ്ങൾക്കുള്ള വിയോജിപ്പ് നേരത്തെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിരുന്നു, അതായത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതാണിപ്പോൾ സുരേന്ദ്രനിലേക്ക് കൃത്യമായി പഴി വരുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ ഈ ശ്രീകൃഷ്ണകുമാർ എന്ന കാര്യത്തിലേക്ക് സ്ഥാനാർത്ഥി നിർണയം എന്നുള്ള കാര്യം ആവർത്തന വിരസത ഉണ്ടാകുന്നു, ഒരാൾ തന്നെ മത്സരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഏറ്റവും അവസാനം ആ മുന കൃത്യമായി കെ സുരേന്ദ്രനിലേക്ക് തന്നെ എത്തിക്കുകയാണ് പ്രമീള ശശിധരൻ. കൃത്യമായി കെ സുരേന്ദ്രൻ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നതടക്കം പറയുകയും ചെയ്യുന്നു.